everyone, welcome back to my channel Naboo's World. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആൻഡ് ക്വിക്ക് ചില്ലി ചിക്കൻ ആയിട്ടാണ്. ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ചിക്കൻ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ബോൺലെസ് ചിക്കനാണ്. പക്ഷെ ഞങ്ങൾക്ക് ബോണുള്ള ചിക്കൻ ഇഷ്ടമാണ്, ഞങ്ങൾ അതെടുത്തു. എന്നിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ നല്ലോണം കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, കൂടരുത്, ആവശ്യത്തിന് നോക്കിയിടുക. അതിനുശേഷം സോയാ സോസ് ഞാൻ പേടിച്ച് കുറച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു അരക്കപ്പ് ആവശ്യത്തിനുള്ള വെള്ളം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ടിട്ട് മൂടി വെക്കാം. കുറച്ചൊന്ന് വെന്ത് തോന്നുമ്പോൾ തുറന്നിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിവിടെ ഗ്രേവി സെറ്റാക്കാം. അപ്പോൾ ഒരു 2 ഒനിയൻ, വെളുത്തുള്ളി, ക്യാപ്സിക്കം ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ഒത്തിരി ചെറുതാക്കരുത്, മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ജിഞ്ചർ ഉള്ളവർക്ക് ജിഞ്ചർ എടുക്കാം. വിനാഗർ, സോയാ സോസ്, കോൺഫ്ലവർ സോസ്, നോർമൽ ടൊമാറ്റോ സോസ് ഇതെല്ലാം തയ്യാറാക്കി വെക്കണം. അടുത്തൊരു ഫ്രൈ പാൻ എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം നമ്മൾ ഗാർലിക്കാണ് ആഡ് ചെയ്യുന്നത്. ഗാർലിക്കിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു ആഡ് ചെയ്യുക. നല്ലൊരു ഗോൾഡൻ കളറാവണ വരെ ഒന്ന് മൊരിച്ചെടുക്കണം. കണ്ടില്ല, അത്യാവശ്യം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റായ ഒനിയൻ ഇട്ട് കൊടുക്കണം. അതും ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ഉപ്പിടണം കേട്ടോ, മറന്നുപോയി. നേരത്തെ മാറ്റി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ക്യാപ്സിക്കം ഇട്ടു. നല്ലപോലെ വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. ചിക്കൻ അവിടെ കിടന്ന് നല്ലോണം വെന്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഞാൻ ഇച്ചിരി ഒഴിച്ചത് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവിയിലേക്ക് ഇനി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചാണ് ഇടേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഞങ്ങൾക്ക് കുറച്ച് എരിവ് മതി. ചില്ലി ഫ്ലേക്സ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അടുത്തത് സോയാ സോസാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാൻ പേടിച്ച് കുറച്ച് ഈശയാണ് ഒഴിക്കി കൊടുക്കുന്നത്. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഒരു കുത്തൽ വരും കൂടുതലും. പിന്നെ അടുത്തത് ടൊമാറ്റോ സോസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കാം. കൂടുതൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒഴിക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് അത്ര മതി. ടൊമാറ്റോ സോസ് കൂടുതൽ ഒഴിച്ചാൽ ഒരു മധുരം കൂടുതൽ ഇങ്ങനെ എടുത്ത് നിൽക്കും. അടുത്ത് നമുക്ക് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ആക്ച്വലി ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി, ഒത്തിരി വേണ്ട. അതവിടെ വഴുമ്പോഴേക്കും നമ്മളൊരു കപ്പിൽ ഹാഫ് വാട്ടർ എടുക്കുക കപ്പിൽ. പിന്നെ കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തൊരു കുഴമ്പല്ല, കുറച്ചിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അത് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച വാട്ടർ നമ്മൾ ഗ്രേവിയിലോട്ട് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക വറ്റി പോകും. അപ്പോൾ നല്ലപോലെ അതിനെ പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വറ്റി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മൾ ചിക്കൻ നോക്കുമ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം കുറച്ച് വറ്റി നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേവി ഇലയിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം.
കളർ അത്ര പോരാ, അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി ഒന്ന് കുറച്ചും കൂടി ആഡ് ചെയ്ത് നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ചിക്കൻ കറി, അല്ല ചില്ലി ചിക്കൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കനൊക്കെ വറക്കാണ്ട് തന്നെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ ചിക്കൻ വറുത്ത് നല്ല പണി വരില്ലേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.